الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له لا ضد له ولا ند له ولا مثيل ونشهد أن محمدا عبده ورسوله وحبيبه وخليله بلغ الرسالة وأدى الأمانة صلى الله عليه وعلى آله وأصحابه وبارك وسلم تسليما كثيرا أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والمطلقات يتربصن بأنفسهن ثلاثة قروء ولا يحل لهن أن يكتمن ما خلق الله في أرحامهن إن كن يؤمن بالله واليوم الآخر وبعولتهن أحق بردهن في ذلك إن أرادوا إصلاحا ولهن مثل الذي عليهن بالمعروف وللرجال عليهن درجة والله عزيز حكيم صدق الله العظيم إنما الأعمال بالنيات وإنما لامرئ ما نوى فمن كانت هجرته إلى دنيا يصيبها أو إلى امرأة ينكحها فهجرته إلى ما هاجر إليه صدق رسوله النبي الكريم സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ നാം ഓരോരുത്തർക്കും ഭൂമിയുടെ പുറന്തൊലിക്ക് മുകളിൽ സ്വൈര്യമായി ജീവിക്കാൻ ആവശ്യമായ ഗുണസങ്കല്പത്തെ വിവാഹത്തിലൂടെ നിശ്ചയിച്ചു നൽകി. ആ വിവാഹത്തിലൂടെ മർമ്മപ്രധാനമായി ലക്ഷ്യമാക്കപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമാണ് മനുഷ്യവർഗം ലോകത്ത് നിലനിൽക്കുക എന്നത്. മനുഷ്യ സമൂഹം എങ്ങനെയാണ് ലോകത്ത് നിലനിൽക്കുന്നത്? അതിന് അനിവാര്യമാണ് സന്താനോത്പാദനം. സന്താനങ്ങൾ പിന്നീട് തലമുറകളായി അങ്ങനെയാണ് മനുഷ്യ സമൂഹം ലോകത്ത് നിലനിൽക്കുന്നത്. വിവാഹത്തിലൂടെ ഈ സന്താനലബ്ധി വളരെ മർമ്മപ്രധാനമായി ലക്ഷ്യമാക്കപ്പെടുന്നുണ്ട്. ഈ സന്താനലബ്ധിക്ക് വേണ്ടിയാണ് വിവാഹത്തിലൂടെയുള്ള ഇണകൾ തമ്മിലുള്ള പരസ്പര ബന്ധം വിശുദ്ധ ഇസ്ലാം നിശ്ചയിച്ചിരിക്കുന്നത്. എല്ലാവരും സന്താനങ്ങളെ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ആ സന്താനങ്ങൾ സമുദായത്തിനും സമൂഹത്തിനും ദീനിനും ദുനിയാവിനും ഉപകരിക്കുന്നവരാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതിനുവേണ്ടി നാം ഓരോരുത്തരും ഇണകൾ പരസ്പരം ബന്ധപ്പെടുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആദ്യമായി അല്ലാഹുവിനോട് ദുആയിരക്കണം. പടച്ചവനെ, എനിക്ക് നൽകുന്ന സന്താനത്തിനെ എല്ലാ അർത്ഥത്തിലും പൈശാചിക ദുർബോധനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടമേ.
ഇന്ന് നാം ഓരോരുത്തരും ദിനം പ്രതി വീടുകളിൽ കുടുംബങ്ങളിൽ കണ്ടുവരുന്ന ഒരു യാഥാർത്ഥ്യമാണ് മക്കൾ തോന്നിവാസികളായി ജീവിക്കുന്നു എന്നത്. പിശാചിന്റെ പ്രവർത്തനങ്ങളായി വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ മദ്യത്തിനും ലഹരി പദാർത്ഥങ്ങൾക്കും അഡിക്റ്റുകളായി മ്യൂസിക്കും ഹാർമോണിയവും കേട്ടുകൊണ്ട് തങ്ങളുടെ ജീവിതത്തിൻ്റെ ശൈലികൾ തന്നെ മാറ്റി. അത് വസ്ത്രധാരണത്തിലാണെങ്കിലും ശരീരഘടനയിലാണെങ്കിലും സ്ത്രീയെയും പുരുഷനെയും വേർതിരിച്ചറിയാൻ പറ്റാത്ത വണ്ണം മനുഷ്യൻ വികൃതമായി കൊണ്ടേയിരിക്കുന്നത് നമ്മുടെ വീടുകളിലും കുടുംബങ്ങളിലും കണ്ടുവന്നിരുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതിനുള്ള കാരണം നാം ഓരോരുത്തരും സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നതിനു വേണ്ടി അല്ലാഹു നിശ്ചയിച്ച് നൽകിയിരിക്കുന്ന ലൈംഗിക ബന്ധത്തിന്റെ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന ഒരു ദുആ കൃത്യമായി പാരായണം ചെയ്യാത്തത് കൊണ്ടാണ്. ഇമാം ബുഖാരിയും മുസ്ലിമും തങ്ങളുടെ സഹീഹുകളിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളി ചെയ്യുന്നു, ലൗ അന്ന അഹദകും ഇദാ അറാദ അൻ യഖ്ഫി അഹ്ലഹു فقال بسم الله اللهم جنبنا الشيطان وجنب الشيطان ما رزقتنا ويقدر بينهما أولاد لم يضره شيطان. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ആരെങ്കിലും തന്റെ ഭാര്യയെ സമീപിക്കുന്ന സന്ദർഭത്തിൽ ഈ ദുആ പറഞ്ഞു. ഭാര്യയും പറയണം, ഭർത്താവും പറയണം. ബിസ്മില്ലാഹി, അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. അല്ലാഹുമ്മ ജന്നിബിന ശൈത്താന, അല്ലാഹുവേ നീ ശൈത്താനെ ഞങ്ങളിൽ നിന്ന് അകറ്റി നിർത്തണമേ. വജന്നിബി ശൈത്താന മാ റസഖതന, ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യുന്ന സന്താനങ്ങളിൽ നിന്നും പിശാചിനെ അകറ്റി നിർത്തണമേ. ഇതാ ഈ ദുആന്റെ ഉള്ളിൽ അടക്കം ചെയ്തിരിക്കുന്ന സാരം. ഈ ദുആ ആരെങ്കിലും ചെയ്തു, വയുഖദ്ദിറ ബൈനഹുമാ ദുർരിയത്തുൻ, ആ ഒരു ബന്ധത്തിൽ അല്ലാഹു നിങ്ങൾക്ക് സന്താനങ്ങളെ പ്രദാനം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ ലം യദുറഹു ശൈത്താൻ, പിശാചിന്റെ സ്വാധീനം ആ സന്താനങ്ങളിൽ ചെലുത്താൻ കഴിയില്ല എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. പൈശാചിക ദുർബോധനങ്ങൾക്ക് അടിറ്റായി അവൻ തിന്മയുടെ ഒരു പ്രതീകമാകില്ല എന്ന് സാരം. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ, കുടുംബങ്ങളിൽ, കുട്ടികളിൽ ധാരാളം മാനസികമായ സംക്രമങ്ങൾ കണ്ടുവരാറുണ്ട്. ഡിപ്രഷൻ, അതുപോലെയുള്ള മാനസിക രോഗങ്ങൾ. ഇതെല്ലാം പിശാച് മനുഷ്യന്റെ ഹൃദയങ്ങളിൽ ചെലുത്തുന്ന സ്വാധീനത്തിന്റെ പേരിലാണ് എങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് അല്ലാഹു ഈ ദുആന്റെ ബറക്കത്ത് കൊണ്ട് രക്ഷിക്കും എന്നാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നത്. മക്കള് സാലിഹീങ്ങളായിക്കോട്ടെ വലിയ കാര്യമാണ്. മാനവകുലത്തിന്റെ ഉത്ബോധനത്തിനു വേണ്ടി അല്ലാഹു നിയോഗിച്ചയച്ച പ്രവാചകന്മാരൊക്കെ തന്നെയും സാലിഹീങ്ങളായ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ത്യാഗോജ്ജലമായ സ്മരണകൾ അയവിറക്കുന്ന സന്ദർഭങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെയ്ത ഒരു ദുആയായിരുന്നു, അല്ലാഹുവേ എനിക്ക് അനുസരണയുള്ള മകനെ നൽകണമേ. റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയ്യതിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വലിയ ത്യാഗങ്ങൾക്ക് ശേഷം, സമർപ്പണത്തിന് ശേഷം ചെയ്ത കുറെ ദുആകളിൽ ഒരു ദുആയാണ് റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക, അല്ലാഹുവേ ഞങ്ങളെ നിന്നെ അനുസരിക്കുന്നവരിൽ പെടുത്തേണമേ. ومن ذريتنا أمة مسلمة لك,
എന്റെ സന്താനങ്ങളിൽ നിന്നും എന്റെ തലമുറകളിൽ നിന്നും നിന്നെ അനുസരിക്കുന്നവരെ നീ ഞങ്ങൾക്ക് വേണ്ടി നിശ്ചയിക്കണമേ. അല്ലാഹു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദുആ എത്ര നല്ല നിലയിലാണ് സ്വീകരിച്ചത്. 3 മക്കളും അല്ലാഹുവിനെ അനുസരിക്കുന്നവർ. ഇസ്മായിൽ അലൈഹിസ്സലാം, ഇസ്ഹാഖ് അലൈഹിസ്സലാം, അതുപോലെ തന്നെ മദിയാൻ അലൈഹിസ്സലാം. ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ തലമുറകളിൽ നിന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നത്. ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന്റെ തലമുറകളിൽ നിന്നാണ് പിന്നീട് ബനൂ ഇസ്രായേലിൽ വന്ന വളരെ പ്രധാനപ്പെട്ട പ്രവാചകന്മാരൊക്കെ ജനിക്കുന്നത്. മൂസാ നബി അലൈഹിസ്സലാം ആകട്ടെ, ഈസാ നബി അലൈഹിസ്സലാം ആകട്ടെ, ദാവൂദ് നബി അലൈഹിസ്സലാം ആകട്ടെ, ഇവരെല്ലാവരും ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന്റെ മകൻ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മക്കൾ അവരുടെ തലമുറകളിൽ നിന്നുള്ളവർ. ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا. അല്ലാഹുവേ, ഹജ്ജിന്റെ അമലുകൾ എനിക്ക് നീ പഠിപ്പിച്ചു നൽകണമേ. എന്റെ എല്ലാ പാപങ്ങളിൽ നിന്ന് നിന്നോട് ഞാൻ പശ്ചാത്തപിക്കുന്നു. ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുവേ, നീ വളരെ കൂടുതൽ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും ഏറെ കരുണ ചെയ്യുന്നവനുമാകുന്നു. മക്കൾ സാലിഹീങ്ങളാകൽ, തലമുറകൾ സാലിഹീങ്ങളാകൽ ഏത് ഉപ്പാന്റെയും ജീവിതത്തിന്റെ ലക്ഷ്യമായിരിക്കും. അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ സന്ദർഭങ്ങളിൽ ഈ ദുആ ചെയ്യണം. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബിന ശൈത്താന വജന്നിബി ശൈത്താന മാ റസഖതന. സാധാരണ അനുസരണക്കെട്ട കുട്ടികളെ കാണുമ്പോൾ കളിയാക്കാൻ വേണ്ടിയാ പറയുന്നത്, നീ നിന്റെ ആഗ്രഹം പൂർത്തിയാക്കുന്ന സമയത്ത് ബിസ്മി പറയുന്നതുകൊണ്ടാണ് കുട്ടി ഇങ്ങനെ ആയിപ്പോയി. ദാമ്പത്തിക ജീവിതത്തിൽ വളരെ മർമ്മപ്രധാനമായ ധാരാളം ഘടകങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് വിവരിക്കാം. വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സുദൃഢമായി മരണം വരെയും നിലനിൽക്കേണ്ടുന്ന ഒരു ബന്ധമായിട്ട് ഖുർആൻ പരിചയപ്പെടുത്തിയത്. വീസാഖൻ ദലീല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കെട്ടുറപ്പുള്ള കരാറ് എന്നാണ്. അതുകൊണ്ട് തന്നെ ആ കരാറിന് എന്തെങ്കിലും അല്ലലുകളും ഉലച്ചിലുകളും സംഭവിച്ച് ആ ബന്ധം വിച്ഛേദിക്കപ്പെടുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നും വിശുദ്ധ ഇസ്ലാമിൽ വളരെ കൃത്യമായ അധ്യാപനം. ഇസ്ലാമിന്റെ പ്രത്യേകതയാണ് മനുഷ്യൻ അവന്റെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും ദാമ്പത്തിക ജീവിതത്തിലും ഉണ്ടാകുന്ന മുഴുവൻ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഇസ്ലാമിലുണ്ട്. വിവാഹബന്ധം വിച്ഛേദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങേയറ്റം മോശമായ ഒരു പ്രവണതയാണ്. ഇമാം അബൂ ദാവൂദ് അദ്ദേഹത്തിന്റെ സുനനിൽ കൊണ്ടുവരുന്നുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അബ്ഗദുൽ ഹലാലി ഇലല്ലാഹി അത്തലാഖ്. ഹലാലായ കാര്യങ്ങളിൽ അല്ലാഹു ഏറ്റവും വെറുപ്പുണ്ടാക്കുന്ന കാര്യമാണ് തലാഖ്, ഭാര്യയെ തലാഖ് ചൊല്ലുക എന്നത്. ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം കാര്യങ്ങൾ മനുഷ്യർക്ക് വേണ്ടി ക്രമീകരിച്ചിട്ടുണ്ട്. ആ ക്രമീകരിച്ച കാര്യങ്ങളിൽ അല്ലാഹു ഏറ്റവും കൂടുതൽ ദേഷ്യം തലാഖാണ്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുകയാണ്, ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ മുആദ് ما خلق الله شيئا على وجه الأرض أحب إليه من العتاق وما خلق الله شيئا على وجه الأرض أبغض إليه من الطلاق. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഭൂമിയുടെ പുറത്തൊലിക്ക് മുകളിൽ സംവിധാനിച്ചതിൽ അല്ലാഹു ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അടിമത്വ മോചനമാണ്. അടിമകളെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കൽ അല്ലാഹു ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. അല്ലാഹു ഭൂമിയുടെ പുറംതൊലിക്ക് മുകളിൽ ക്രമീകരിച്ച സംവിധാനങ്ങളിൽ അല്ലാഹു ഏറ്റവും വെറുപ്പുണ്ടാക്കുന്ന സംഗതിയാണ് തലാഖ് എന്നുള്ളത്. ഒരു പുരുഷൻ വിവാഹം ചെയ്തു, ഭാര്യയെ വിവാഹബന്ധം വിച്ഛേദിച്ചു എങ്കിൽ അല്ലാഹു വലിയ ദേഷ്യമാണ് അയാളോട്.
ഇന്ന് നമ്മുടെ വീടുകളിൽ, കുടുംബങ്ങളിൽ, നമ്മുടെ പ്രദേശങ്ങളിൽ സർവ്വസാധാരണമായി വ്യാപിച്ചു കാണുന്ന ഒരു ദുരവസ്ഥയാണ് തലാഖ് എന്നുള്ളത്. കാരണം ആർക്കും സഹിക്കാനും പൊറുക്കാനും ക്ഷമിക്കാനും സൗകര്യമില്ല. ഇതിനു മുമ്പുള്ള തലമുറകളെ കുറിച്ച് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഉപ്പമാര്, നമ്മുടെ കുടുംബങ്ങളെ കുറിച്ച് കരുതി കഴിഞ്ഞാൽ, തലാഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒറ്റപ്പെട്ട സംഭവമായി എപ്പോഴെങ്കിലും എവിടെയെങ്കിലും കേട്ടുകേൾവിയില്ലാത്തതുപോലെ ഉള്ള ഒരു സംഗതിയാ തലാഖ്. ഇന്ന് ദിനംപ്രതി നമ്മുടെ അടുത്തുള്ള മഹല്, പുത്തൻപള്ളിയിൽ പോയി ആ മഹലിൽ കരുതി കഴിഞ്ഞാൽ വിവാഹ ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെടൽ സർവ്വസാധാരണമായി വ്യാപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മാറിയ ജീവിത ശൈലിയിൽ എല്ലാവരും തങ്ങളുടെ ഉള്ളിൽ നിന്ന് പൊന്തി വരുന്ന വികാര വിചാരങ്ങളെ സായൂജ്യം അടക്കാൻ വേണ്ടി ഒരു നിലയിലും സ്ത്രീ പുരുഷനെ പൊരുത്തപ്പെടാൻ തയ്യാറല്ല, പുരുഷൻ സ്ത്രീയെ അംഗീകരിക്കാൻ തയ്യാറല്ല. വിവാഹം ആർഭാടപൂർണമായി എല്ലാവരുടെയും മനസ്സിന് ആനന്ദവും കുളിർമയും പ്രദാനം ചെയ്യുന്ന നിലയിലായിരിക്കും നടക്കുന്നത്. എല്ലാ കുടുംബങ്ങളും ഒരുമിച്ച് കൂടി വലിയ ഒരു സമ്മേളനമായിട്ടാണ് വിവാഹം നടക്കുന്നത്. എന്നാൽ ആ വിവാഹ ജീവിതങ്ങൾ നിലനിൽക്കുന്നത് വളരെ ചുരുക്കമായി അധപ്പതിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് വിവാഹമോചനം തേടിക്കൊണ്ടുള്ള കത്തുകൾ മഹല്ലുകളിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ, പൊറുക്കാനും ക്ഷമിക്കാനും സഹിക്കാനും കഴിയുന്ന പ്രശ്നങ്ങളുടെ പേരിൽ, വലിയ വലിയ സങ്കീർണമായ പ്രശ്നങ്ങളില്ലാതെ സ്ത്രീകൾ പുരുഷന്മാരോട് തലാഖിനെ ആവശ്യപ്പെടുന്നു എങ്കിൽ അങ്ങനെയുള്ള സ്ത്രീകൾക്ക് സ്വർഗത്തിന്റെ പരിമളം കിട്ടൂല. ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിലും ഇമാം തുറമുദി അദ്ദേഹത്തിന്റെ ജാമിഇലും കൊണ്ടുവരുന്ന ഹദീസാണ്. സൗബാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ പ്രവാചകൻ അരുൾ ചെയ്യുകയാണ്, അയ്യു മംറഅത്തിൻ സഅലത് സൗജഹാ തലാഖൻ ബിഗൈരി മാ ബഅസ് ഫഹറാമുൻ അലൈഹാ റായിഹത്തുൽ ജന്ന. ഇതിനു വേണ്ടി ഇത് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൊതുവെ മാതാപിതാക്കൾക്ക് പെൺമക്കളോട് വല്ലാത്ത സ്നേഹവും വാത്സല്യവും. വിവാഹം കഴിഞ്ഞ് ഭർത്താവൊന്ന് തുമ്പി തറഞ്ഞ് പരാതിപ്പെട്ട് കഴിഞ്ഞാൽ നേരെ ഈ പെണ്ണിനെ കൊണ്ട് തലാഖ് ഏൽപ്പിക്കാൻ വേണ്ടി രക്ഷകർത്താക്കളാണ് മെനപ്പെടുന്നത്. നേരത്തെയൊക്കെ മാതാപിതാക്കളുടെ വീട്ടിലേക്ക് വലിയ പ്രശ്നങ്ങളുമായി വന്നു കഴിഞ്ഞാൽ പൊറുക്കാനും സഹിക്കാനും പറയും. ഇന്ന് അങ്ങനെയല്ല, പെട്ടെന്ന് തന്നെ ഈ ഭർത്താവിനെതിരെ എങ്ങനെ ആക്ഷൻ എടുക്കാമെന്നാണ് ചിന്തിക്കുന്നത്. പ്രശ്നങ്ങളെ കുറിച്ച് ഇരുന്ന് പൂർണ്ണമായും കേൾക്കാൻ തയ്യാറാകുന്നില്ല. അങ്ങനെ ഒരു സഹനതയില്ല. അജ്ലത്ത് എന്ന് പറയും, എല്ലാം ധൃതിയായി കിട്ടുന്ന കാലമാണല്ലോ. അങ്ങനെ ഒരു സാങ്കേതിക യുഗത്തിൽ ജീവിക്കുമ്പോൾ പൊടുന്നനെ നമ്മൾക്ക് എന്ത് ചെയ്യണം, വിവാഹബന്ധം മുറിക്കണമെന്ന സങ്കല്പമാണ് കാക്കുമാറാകുക. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, അയ്യു മംറഅത്തിൻ സഅലത് സൗജഹാ തലാഖൻ. ഏതെങ്കിലും ഒരു സ്ത്രീ ഭർത്താവിനോട് തലാഖിനെ ആവശ്യപ്പെടുന്നു എങ്കിൽ, വിവാഹബന്ധം വിച്ഛേദിക്കാൻ വേണ്ടി, ബിഗൈരി മാ ബഅസ്, അവൾക്ക് പൊറുക്കാനും സഹിക്കാനും കഴിയുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ, വലിയ വലിയ പ്രശ്നങ്ങളുടെ പേരിലല്ല, അങ്ങനെ തലാഖിനെ ആവശ്യപ്പെടുന്നു എങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഫഹറാമുൻ അലൈഹാ റായിഹത്തുൽ ജന്ന. അങ്ങനെയുള്ള സ്ത്രീകൾക്ക് സ്വർഗത്തിന്റെ പരിമളം ഹറാമാണ്. അവൾ സ്വർഗത്തിൽ പ്രവേശിക്കത്തില്ല എന്ന് മാത്രമല്ല, സ്വർഗത്തിന്റെ പരിമളം പോലും കിട്ടൂല എന്ന പ്രവാചകൻ പഠിപ്പിക്കുന്നു. ഇതുപോലെ മറ്റൊരു ടെൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിവാഹം കഴിഞ്ഞ് ഒരു വർഷം കഴിയുമ്പോൾ അടുത്തൊരു പെണ്ണെ കിട്ടണമെങ്കിൽ ഇവിടെ തലാഖിന് എന്തെങ്കിലും കാരണങ്ങളുണ്ടാകും. അവളെ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ 2 വർഷം കഴിഞ്ഞാൽ അടുത്തൊരു പെണ്ണെ കിട്ടണം. ഇങ്ങനെ നമ്മൾ വസ്ത്രം മാറുന്നത് പോലെ പെണ്ണ് മാറിക്കൊണ്ടേയിരിക്കണം. അപ്പൊ എന്ത്, ഇസ്ലാമിൽ തലാഖുണ്ടല്ലോ, തലാഖ് എഴുതിയിട്ട് എന്ത് ചെയ്യാം, മറ്റൊരു പെണ്ണെ കെട്ടൽ. ഇവരോട് അള്ളാഹ്ക്ക് വലിയ വെറുപ്പാണ്. സ്ത്രീകളിൽ ഇങ്ങനെ ഒരു പ്രവണതയുണ്ട് എങ്കിൽ മാറിയ സാഹചര്യത്തിൽ പുരുഷന്മാരെക്കാൾ അതിജയിച്ച് നിൽക്കുക എന്ന് സ്ത്രീകൾ. കാരണം ഏത് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ, ഏത് യൂണിവേഴ്സിറ്റി പോയി കഴിഞ്ഞാലും അവിടെ അധ്യാപന രംഗത്ത് മികച്ചിരിക്കുന്ന സ്ത്രീകളായിരിക്കും.
എണ്ണത്തിലാണെങ്കിൽ കേരളത്തിലെ പുരുഷന്മാരും സ്ത്രീകളും ഈക്വലാണ്, തുല്യമാണ്. പക്ഷേ ജോലി സാധ്യതകളിൽ നമ്മൾ നോക്കുമ്പോൾ പണ്ട് കാലങ്ങളിൽ പുരുഷന്മാർ മാത്രം ഉണ്ടായിരുന്ന സ്ഥലങ്ങളെല്ലാം സ്ത്രീകൾ കയ്യേറിയിരിക്കും. സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും ഒക്കെ പെണ്ണുങ്ങളെ കൂടുതൽ. അപ്പൊ അവർക്ക് എന്ത് ചെയ്ത് ബോധി വന്ന് ഈ ഭർത്താവിനെ കൊണ്ട് പറ്റൂല. അപ്പൊ എന്ത് ചെയ്ത് എങ്ങനെയെങ്കിലും അയാളെ കൊണ്ട് തലാഖൊക്കെ ചൊല്ലിച്ചിട്ട് അടുത്തൊരു ഭർത്താവ്. ഇങ്ങനെ ഒരു കാര്യം വർദ്ധിച്ചുകൊണ്ടേയിരിക്കണം. അല്ലാഹു താങ്ങുമാറാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇതെല്ലാം സംഭവിക്കുമെന്ന് മുൻകൂട്ടി കണ്ടതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയുണ്ടായി, ലാ തുതല്ലിഖുൻ നിസാഅ മിൻ ഗൈരി ദീബത്തിൻ, ആശങ്കയില്ലാതെ ഒരിക്കലും നിങ്ങൾ ഭാര്യമാരെ തലാഖ് ചൊല്ലരുത്. ആ ഭാര്യയിൽ നിന്ന് നിന്റെ ജീവിതത്തിന്റെ സന്തുലിതാവസ്ഥ അവതാളത്തെത്തുമെന്നുള്ള ഭയമില്ല, ആശങ്കയില്ല, ഉത്കണ്ഠയില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും നീ നിന്റെ ഭാര്യയെ വിവാഹ ബന്ധത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളരുത്. എന്നിട്ട് പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇന്നല്ലാഹ ലാ യുഹിബ്ബുദ് ദവ്വാഖീന വദ്ദവ്വാഖാത്തി. തീർച്ചയായും ഒരു പുരുഷൻ തന്റെ ഭാര്യയെ വിവാഹബന്ധത്തിൽ നിന്ന് ഒഴിവാക്കി മറ്റൊരു പെണ്ണിനെ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്ന രീതിയും ശൈലിയും ഇഷ്ടപ്പെടുന്നില്ല. ഒരു സ്ത്രീയും തന്റെ ഭർത്താവിൽ നിന്ന് മറ്റൊരു ഭർത്താവിനെ ആശിച്ചുകൊണ്ട് ഭർത്താവിൽ നിന്ന് വിവാഹമോചനം തേടുന്നതിനെയും അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല. അതുകൊണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ തലാഖ് ചൊല്ലരുത്. നേരെ മറിച്ച് പൊറുക്കാനും സഹിക്കാനും കഴിയണം. അബുൽ ഹസൻ അൽ ഖിറഖാനി എന്ന് പറയുന്ന വലിയ ഒരു ആത്മീയ ആചാര്യൻ കടന്നുപോയിട്ടുണ്ട്. ഇബ്നു സീന എന്ന് പറയുന്ന വലിയ ഒരു പണ്ഡിതനുണ്ടായിരുന്നു, മുസ്ലിം പണ്ഡിതനായിരുന്നു. പക്ഷേ അദ്ദേഹം വൈദ്യശാസ്ത്രത്തിൽ ധാരാളം സംഭാവനകൾ ലോകത്ത് നൽകിയിട്ടുണ്ട്. അദ്ദേഹം എഴുതിയ ഒരു ഗ്രന്ഥമുണ്ട്, അൽ ഖാനൂൻ ഫി തിബ്ബ് എന്നാണ് പറയുന്നത്. വൈദ്യശാസ്ത്രത്തിൽ ആ ഗ്രന്ഥം അറബി ഭാഷയിൽ നിന്ന് ലാറ്റിൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട, ലാറ്റിൻ ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള യൂണിവേഴ്സിറ്റികളിലൊക്കെ പാഠ്യപദ്ധതിയായി നിശ്ചയിച്ചിരിക്കുന്ന ഗ്രന്ഥമാണ് അൽ ഖാനൂൻ ഫി തിബ്ബ്. വൈദ്യശാസ്ത്രത്തിന്റെ ധാരാളം അടിസ്ഥാനങ്ങൾ ആ ഗ്രന്ഥത്തിൽ നിന്ന് ലഭ്യമായിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിൽ നിന്ന് വൈദ്യശാസ്ത്രത്തിന് അനിവാര്യമായ ധാരാളം കണ്ടന്റുകളും മരുന്നുകളും ലോകത്ത് കണ്ടെത്തിയിട്ടുണ്ട്. ഈ അവിസീന എന്നാണ് യൂറോപ്പിൽ അദ്ദേഹത്തിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്, പരിചയപ്പെടുത്തുന്നത്. ഇബ്നു സീന മുസ്ലിം പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ ആത്മീയ ഗുരുവായിരുന്നു അബുൽ ഹസൻ അൽ ഖിറഖാനി. അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി ഒരു ദിവസം ഒരാൾ വീട്ടിൽ വന്നു, വാതിൽ തട്ടി. ആരാണ്? ഞാൻ അബുൽ ഹസൻ അൽ ഖിറഖാനി എന്ന് പറയുന്ന മഹാനെ കാണാൻ വേണ്ടി വന്നതാണ്. ഭാര്യയാണെങ്കിലും പറഞ്ഞു, അയാൾ ഏതോ വനാന്തരത്തിലാണ്ടെ വിറക് ശേഖരിക്കാൻ വേണ്ടി പോയിരിക്കുക. നിങ്ങൾക്ക് മൂടയില്ല, ഈ വട്ടനടുത്താണ് നിങ്ങൾ ഈ ആത്മീയത തേടിക്കൊണ്ട് ബറക്കത്ത് തേടിക്കൊണ്ട് വന്നിരിക്കുന്നത്. ഇങ്ങനെ സ്വന്തം ഭർത്താവിനെ കുറിച്ച് വളരെ മോശമായ കാര്യങ്ങൾ സംസാരിക്കുന്നത് കേട്ടപ്പോ ഇദ്ദേഹം ചിന്തിച്ചു, ഇത്രയും വലിയ മഹാൻ ഈ ഭാര്യ കൊണ്ട് നടക്കേണ്ടെന്ന് വല്ല കാര്യമുള്ളൂ. ഇദ്ദേഹം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ എത്രയോ നല്ല സുന്ദരികളായ പെണ്ണുങ്ങളെ നല്ല കുബേര കുടുംബത്തിൽ നിന്ന് തന്നെ വിവാഹം കഴിച്ചു കിട്ടും. അത്രയും വലിയ അംഗീകാരമുള്ളയാളാണ് അബുൽ ഹസൻ അൽ ഖിറഖാനി. എന്താണ് എങ്കിലും വിറക് ശേഖരിക്കാൻ പോയി എന്നറിഞ്ഞപ്പോ വന്നയാൾ നേരെ മലഞ്ചെരുവുകളിലേക്ക് യാത്ര ചെയ്തു. മലഞ്ചെരുവിലേക്ക് യാത്ര ചെയ്തപ്പോൾ ഒരാൾ സിംഹത്തിന്റെ പുറത്ത് വിറക് കെട്ടുകൾ ശേഖരിച്ചു വെച്ചുകൊണ്ട് യാത്ര ചെയ്തു വരികയാണ്. മനസ്സിലായി, ഇത് അബുൽ ഹസൻ അൽ ഖിറഖാനി ആയിരിക്കും. കാരണം കേട്ടപ്പോൾ അദ്ദേഹത്തിന് മാത്രമേ ഇത്രയും വലിയ അത്ഭുത സിദ്ധിയൊക്കെ കാണിക്കാൻ കഴിയുകയുള്ളൂ. സലാം പറഞ്ഞു, നിങ്ങളാണോ അബുൽ ഹസൻ അൽ ഖിറഖാനി? അപ്പോൾ പറഞ്ഞു, അതെ ഞാൻ തന്നെയാണ്. നിങ്ങളാണ് എങ്കിൽ ഈ സിംഹത്തിന്റെ പുറത്ത് യാത്ര ചെയ്യുന്നു എങ്കിൽ നിങ്ങൾ എത്ര ഉയർന്ന ആത്മീയതയുടെ പ്രതീകമാണ്. പക്ഷേ നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ ആത്മീയതയെ അംഗീകരിച്ചിട്ടില്ലല്ലോ. ഭാര്യ നിങ്ങളെ കുറിച്ച് വളരെ മോശമായ കാര്യങ്ങളാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്.
എന്തിനാണ് ഇങ്ങനെ ഒരു ഭാര്യയും കൊണ്ട് നിങ്ങൾ ജീവിക്കുന്നത്? അബുൽ ഹസൻ ചെറുക്കാലി പറഞ്ഞു, നിങ്ങൾ ഈ കണ്ട കാര്യം, നിങ്ങൾ ഈ കണ്ട രംഗം, ഞാൻ സിംഹത്തിന്റെ പുറത്ത് യാത്ര ചെയ്യാൻ കാരണം എന്റെ ഭാര്യയാണ്. കാരണം ജനങ്ങളുടെ ഇടയിൽ നിന്ന് കിട്ടുന്ന അംഗീകാരം, ജനങ്ങളുടെ ഇടയിൽ നിന്ന് എനിക്ക് കിട്ടുന്ന പ്രശംസ വീട്ടിൽ ചെല്ലുമ്പോൾ മൊത്തത്തിൽ ഇടിഞ്ഞു പോവുകയാണ്. എന്റെ ഹൃദയത്തിൽ എന്ത് ചെയ്യാറുണ്ട്? ഇടയ്ക്കിടയ്ക്ക് ഒരു ഒഴുക്കുപൊക്കം ഉണ്ടാകാറുണ്ട്. എനിക്ക് ഉയർന്ന ആത്മീയതയുണ്ട്, എനിക്ക് ഉയർന്ന ഇൽമുണ്ട്, എനിക്ക് ഉയർന്ന അംഗീകാരമുണ്ട്. എന്നാൽ ഭാര്യയുടെ അടുക്കൽ ചെല്ലുമ്പോൾ ഇത് മുഴുവൻ അവിടെ ഇല്ലാതാക്കുന്നത്. അപ്പൊ എന്റെ ഹൃദയത്തിൽ ലവലേശ അസൂയയില്ല, എന്റെ ഹൃദയത്തിൽ ലവലേശ അഹങ്കാരമില്ല, എന്റെ ഹൃദയത്തിൽ ലവലേശ അഹംഭാവമില്ല. ഇത്രയും ഉയർന്ന ഒരു ഹൃദയം എനിക്ക് നൽകിയത് എന്റെ ഭാര്യയാണ്. അതുകൊണ്ട് ഞാൻ സിംഹത്തിന്റെ പുറത്ത് യാത്ര ചെയ്തു വരും. കൊണ്ട് ഭാര്യയെ സഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ ഉയർന്ന ഗുണങ്ങൾ ഉണ്ടാകും. അല്ലാതെ പൊടുന്നനെ ഭാര്യയെ തലാക്ക് ചെല്ലുകയല്ല ചെയ്യേണ്ടത്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയുണ്ടായി, ചിലർ ദേഷ്യം വരുമ്പോൾ തലാക്കിന്റെ മിനിറ്റതയും കൂട്ടത്തിൽ കഴിയും. ഒരാള് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ നടന്ന സംഭവമാണ്. ഭാര്യ ദേഷ്യത്തിന് തലാക്കേണ്ടി ഒരു സ്ഥാനത്തോട് ചോദിച്ച് തലാക്കേണ്ടി കുഴപ്പമുള്ളൂ. അതേ വലിയ പ്രഭാഷകനൊക്കെ കുഴപ്പമില്ല, ദേഷ്യത്തിന് തിരിക്കണം. ദേഷ്യത്തിന് തലാക്ക് ചെല്ലിയാലും തമാശക്ക് തലാക്ക് ചെല്ലിയാലും കാര്യത്തിന് തലാക്ക് ചെല്ലിയാലും തലാക്കായി പോകും. ഇത് ഏതെങ്കിലും ഇമാമുകൾ പറഞ്ഞതല്ല, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, തലാഖുൻ ജിദ്ദുഹുന്ന ജിദ്ദുൻ വഅസ്ലുഹുന്ന ജിദ്ദുൻ അന്നികാഹു വത്തലാഖു വറജ്അ. മൂന്ന് കാര്യങ്ങളുടെ കാര്യവും കാര്യം തന്നെയാണ്, അതിലെ തമാശയും കാര്യം തന്നെയാണ്. ഒന്ന് അന്നികാഹ്, വിവാഹം. ഒരു പെൺകുട്ടിയുടെ രക്ഷകർത്താവും പിതാവും രണ്ട് സാക്ഷികളുടെ മുന്നിൽ വെച്ചൊരു പയ്യനെ വിളിച്ചിട്ട്, ഞാൻ നിനക്ക് എന്റെ മോളെ കല്യാണം കഴിച്ചു എന്ന് തമാശയ്ക്ക് പറഞ്ഞു. അയാൾ സ്വീകരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിക്കാഹായിപ്പോയി. മൂന്ന് കാര്യങ്ങളുടെ തമാശയും അതിന്റെ ഗൗരവവും അത് യാഥാർത്ഥ്യമായി തന്നെ ഫലിക്കുമൊന്ന് നിക്കാഹാണ്. തലാഖാണ്. തലാഖിന്റെ പദം ഒരിക്കലും തമാശയ്ക്കും ദേഷ്യത്തിനും കാര്യഗൗരവത്തോടു കൂടിയും പറയാൻ പാടില്ല. മൂന്നാമത് ഭാര്യമാരെ തലാഖിന്റെ ഇടയിലിരിക്കുന്ന സമയത്ത് മടക്കിയെടുക്കൽ. ഭാര്യയുടെ തലാഖല്ലായെങ്കിൽ ഭാര്യ ഒരു തലാഖ് അല്ലെങ്കിൽ രണ്ട് തലാഖ് ചൊല്ലി ഇത്തയുടെ പീരീഡിൽ അവിടെ മടക്കിയെടുക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അവിടെ മടക്കിയെടുക്കാമെന്ന ഇസ്ലാമിന്റെ നിയമം. അങ്ങനെ അയാൾ തമാശക്കെന്തെങ്കിലും ഫോണിലൂടെ ഞാൻ നിന്നെ മടക്കിയെടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവന്റെ ഭാര്യയായോ. ഇനി തലാഖ് ചൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെയുള്ള സ്ത്രീകൾ ആചരിക്കേണ്ടുന്ന ഒരു കർമ്മം ഇദ്ദ എന്ന് പറയും. 3 മാസം മുതൽ അവളെ കാത്തിരിപ്പ് നടത്തണം, അവളുടെ ഗർഭാശയം ഒഴിവാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി. ഇതൊരു തഅബ്ബുദിയായ അല്ലാഹു സ്ത്രീകൾക്ക് നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്ന ഒരു ആചാരമാണ്, അനുഷ്ഠാനമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ തലാഖ് എന്ന് പറയുന്ന ഒരു അധ്യായം തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിൽ സൂറത്തുൽ നിസായിലൊക്കെ തലാഖിനെ കുറിച്ച് നന്നായി വിവരിച്ചിട്ടുണ്ട്. ഈ തലാഖ് ചൊല്ലപ്പെട്ട പെൺകുട്ടി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നും വിശുദ്ധ ഖുർആൻ നിയമമുണ്ട്. والمطلقات يتربصن بأنفسهن 3 قروء ولا يحل لهن أن يكتمن ما خلق الله في أرحامهن إن كن يؤمن بالله واليوم الآخر وبعولتهن أحق بردهن في ذلك إن أرادوا إصلاحا ولهن مثل الذي عليهن بالمعروف وللرجال عليهن درجة والله عزيز حكيم. വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവല നമസ്കാരത്തെ കുറിച്ച് മാത്രം ഒരുക്കുന്ന ഒരു വേദഗ്രന്ഥം.
മനുഷ്യന്റെ എല്ലാ തുടകളിലേക്കും കടന്നു ചെല്ലുന്ന മാനവകുലത്തിന്റെ നിയമപുസ്തകമാണ് വിശുദ്ധ ഖുർആൻ. ഖുർആനിൽ തലാഖ് ചൊല്ലിയാൽ എന്താ ചെയ്യേണ്ടതെന്ന് പറയുക. വിവാഹബന്ധം വിച്ഛേദിക്കപ്പെട്ടവൾ 3 മാസം കഴിയുന്നത് വരെ കാത്തിരിപ്പ് നടത്തണം. അതായത് ഇദ്ദ അനുഷ്ഠിക്കണം. ഈ 3 മാസം ഇമാം അബൂ ഹനീഫ പറയുന്നു 3 ഹൈദാണ്, മെൻസസ് പീരീഡാണ്. ഇമാം ശാഫിഈ പറയുന്നു ശുദ്ധിയുടെ കാലയാണ്. 3 ശുദ്ധി കഴിയണം. ഈ 3 മാസം കഴിയുന്നത് വരെയും അവൾ കാത്തിരിപ്പ് നടത്തണം. മറ്റൊരു വിവാഹവുമായി ബന്ധപ്പെടരുത്. ولا يحل لهن أن يكتمن ما خلق الله في أرحامهن إن كن يؤمن بالله واليوم الآخر. അവളുടെ ഗർഭാശയത്തിൽ അല്ലാഹു നൽകിയ കുട്ടിയെ കുറിച്ച് അവള് അള്ളയിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നു എങ്കിൽ മറച്ചു വെക്കരുത്. എന്നിട്ട് അല്ലാഹു പറയാ വബുഉലതുഹുന്ന അഹഖു ഫീ ദാലിക ഇൻ അറാദു ഇസ്ലാഹ. ഇനി ഒരു തലാഖ് അല്ലെങ്കിൽ 2 തലാഖേ ചൊല്ലിയിട്ടുള്ളൂ എങ്കിൽ ഈ ഇദ്ദയുടെ കാലയളവിൽ ഭർത്താവ് അയാളുടെ നിലപാട് നന്നാക്കാൻ ഉദ്ദേശിച്ചാൽ അവളെ മടക്കിയെടുക്കാം. അവളെ ദ്രോഹിക്കാൻ വേണ്ടി മടക്കിയെടുക്കരുത്. അവളെ മറ്റൊരു വിവാഹം ചെയ്യാൻ വേണ്ടി മടക്കിയെടുത്തു. പിന്നീട് ചെയ്തു വീണ്ടും തലാഖ്, വീണ്ടും ഇദ്ദ കഴിയാറാകുമ്പോൾ വീണ്ടും മടക്കിയെടുത്തു. ഇതൊരിക്കലും പാടില്ല എന്ന് ഖുർആൻ പറയുന്നു. നീ നിലപാട് നന്നാക്കി ഭർത്താവ് ഭാര്യയോടുള്ള കടപ്പാടുകളും കടമകളും വീടുമെന്ന് പൂർണ്ണമായ ഉറപ്പുണ്ടെങ്കിൽ ഇദ്ദയുടെ കാലപരിധിയിൽ നിനക്ക് അവളെ മടക്കിയെടുക്കാം. പക്ഷെ ഭാര്യയുടെ തലാഖാകരുത്. 3 തലാഖ് ചൊല്ലിയെങ്കിൽ അതിന്റെ നിയമം വേറെ പറയുന്നുള്ളൂ. എന്നിട്ട് അല്ലാഹു പറയാ വലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന ബിൽ മഅറൂഫ്. എന്തുകൊണ്ടാണ് നിലപാട് നന്നാക്കാൻ ഉദ്ദേശിച്ചാലേ മടക്കിയെടുക്കാവൂളൂ എന്ന് പറഞ്ഞത്? ഭാര്യയ്ക്ക് നിന്നോട് കടമയുള്ളതുപോലെ അവളോട് നിനക്കും കടമാടുണ്ട്. ഒരിക്കലും നീ വിചാരിച്ചു ഒരു ഭാര്യന്റെ അടിമയാ, ഉപ്പ് കൂടി പോയി കഴിഞ്ഞാൽ തലാഖ്, ഉപ്പ് കുറഞ്ഞു പോയാൽ തലാഖ്, മസാല കൂടിയാൽ തലാഖ്, അങ്ങനെ പോകുന്നു. ഏതുപോലെ ഭാര്യയ്ക്ക് നിന്നോട് കടപ്പാടുണ്ടോ ഭർത്താവായ നിനക്ക് അയാളോടും കടപ്പാടുണ്ടോ, അവളോടും കടപ്പാടുണ്ടോ. എന്നിട്ട് അല്ലാഹു പറയുന്നു എന്നാൽ പുരുഷന്മാർക്ക് അവളേക്കാൾ സ്ഥാനമുണ്ട്. ലോകത്ത് ഫെമിനിസ്റ്റുകൾ, സോഷ്യലിസം, കമ്മ്യൂണിസം ഇവരൊക്കെ പറയുന്ന 2 പേരും തുല്യരാണ്. ഈ 2 പേര് എങ്ങനെയാണ് തുല്യരാകുന്നത്? ശരീരഘടനയിൽ തന്നെ 2 പേരും വ്യത്യസ്തരാണ്. ഇത് അല്ലാഹു തന്നെ നൽകിയിരിക്കുന്ന സൃഷ്ടിപ്പിലുള്ള ശരീരഘടനയാണ്. അവരുടെ സ്ഥാനങ്ങളിൽ അല്ലാഹു തന്നെയാണ് വ്യതിരിക്തത നൽകിയത്. ഇത് അല്ലാഹുവിനെ നിശ്ചയിക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. സ്ത്രീയെ നിർമ്മിച്ച അല്ലാഹുക്ക് സ്ത്രീയുടെ കപ്പാസിറ്റി അറിയാം. പുരുഷനെ നിർമ്മിച്ച അല്ലാഹുക്ക് പുരുഷന് എത്ര കപ്പാസിറ്റി ഉണ്ട് എന്നറിയാം. അതുകൊണ്ട് സ്ത്രീകളെക്കാൾ പുരുഷന്മാർക്ക് സ്ഥാനമുണ്ട്. ഒരു ഓഫീസിൽ ചെന്നപ്പോൾ അവിടെ MD ഇരിക്കുന്നു. എനിക്ക് MD ആകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും സംഭവിക്കുന്നത്? ആ ഓഫീസിലെ അയാൾക്ക് ജോലിയാണ്. ഇങ്ങനെയാണ് മനുഷ്യനെന്ന് ചെയ്യുന്ന സ്ത്രീകൾ എനിക്ക് പുരുഷനാകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പുരുഷനാകുന്ന സംവിധാനം ചെയ്യുന്നൊരു യുഗയ്യൂന കൽപ്പന്നാന്ന് തന്നെ പറഞ്ഞുകൊണ്ട് പൈശാചിക സാത്താനിക് പ്രവർത്തനം എന്ന് പറയും. ആണ് പെണ്ണാകുക, പെണ്ണാണാകുക. അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് എങ്ങനെയാണെങ്കിലും സ്ത്രീകളെക്കാൾ സ്ഥാനമുണ്ട് എന്ന് ഖുർആൻ പറയും. വല്ലാഹു അസീസുൻ ഹകീം. അല്ലാഹു യുക്തിമാനും പ്രതാപിയുമാണ്. ഇനി ചില സ്ത്രീകൾക്ക് പീരീഡ് ഉണ്ടാവില്ല, മെൻസസ് പീരീഡ് ഉണ്ടാവില്ല. വേറെ ചില സ്ത്രീകളാണെങ്കിൽ നമുക്കറിയാം ഒരു പ്രായം കഴിയുമ്പോൾ അതൊക്കെ നിലച്ചു പോകും. 40 വയസ്സ് മുതൽ സ്ത്രീകളുടെ മെൻസസ് പീരീഡ് നിലയ്ക്കാൻ സാധ്യതയുണ്ട്. ചിലർക്ക് 40 വയസ്സ്, ചിലർക്ക് 45 വയസ്സ്, ചിലർക്ക് 50 വയസ്സ്, ചിലർക്ക് 60 വയസ്സ്.
അപ്പൊ ഇങ്ങനെ ഹൈദിൽ നിന്ന് മെൻസസ് പീരീഡിൽ നിന്ന് നിരാശരായ പടകളത്ത് പ്രവർത്തിക്കണം. അതിന് ഖുർആനിൽ നിന്ന് മാർഗദർശനം. 3 മാസം ഇത് ആചരിക്കും. ശുദ്ധ ഖുർആനിൽ സൂറത്ത് തലാഖിൽ അല്ലാഹു പറയുന്നുണ്ട്, വല്ലാഹി യഅ്സിന മിനൽ മഹീദി മിൻ നിസാഇകും ഇൻ ഇർതബതും ഫഇദ്ദതുഹുന്ന 3 അശ്ഹുരിൻ واللائي لم يحضن وأولاة الأحمال أن يضعن حملهن ومن يتق الله يجعل له من أمره يسرا. മെൻസസ് പീരീഡിൽ നിന്ന് നിരാശരായ പെണ്ണുങ്ങൾ, അങ്ങനെ ഒരു സംഗതി ഉണ്ടാകാത്തവര്, അവര് 3 മാസമായിരിക്കണം വിവാഹബന്ധം ഏർപ്പെടുത്തിയാൽ അനുഷ്ഠിക്കേണ്ടുന്നത്. ഇനി ഗർഭിണികളായ സ്ത്രീകളാണെങ്കിലോ അവരവരുടെ ഗർഭസ്ഥ ശിശുവിനെ പ്രസവിക്കുന്നതോടെ അവരുടെ ഇദ്ദയുടെ കാലപരിധി കഴിഞ്ഞു. അൻസാരികളിൽപ്പെട്ട ഒരു വനിതയായി ബുഖാരിയും മുസ്ലിമും റിവായത്ത് നൽകി. അവര് പറയുകയാണ്, ഞാൻ നബിതങ്ങളുടെ കാലഘട്ടത്തിൽ വിവാഹബന്ധം നിശ്ചയിക്കപ്പെട്ട ഒരു സ്ത്രീയാണ്. ഇതിനു മുമ്പ് ഇസ്ലാമിൽ ഇദ്ദ ഉണ്ടായിരുന്നില്ല. അപ്പൊ അല്ലാഹു ഇദ്ദയുടെ കാലപരിധി നിശ്ചയിച്ചുകൊണ്ട് ആയത്തിനെ അവതരിപ്പിച്ചു. ഈ അസ്മാഉ ബിൻ യസീദ് ബിൻ സക്കൻ പറയുകയാണ്, ഫകാനത്ത് അവ്വല മൻ നസല ഫീഹൽ ഇദ്ദ. ഇദ്ദയുടെ വിഷയത്തിൽ, തലാഖിന്റെ ഇദ്ദയുടെ വിഷയത്തിൽ ആദ്യമായി ഇറങ്ങിയ ആയത്തായിരുന്നു സൂറത്തുൽ ബഖറയിലെ വൽ മുതല്ലഖാതു യതറബ്ബസ്ന ബി അൻഫുസിഹിന്ന എന്ന് പറയുന്നത്. ഇനി ഭർത്താവ് മരണപ്പെട്ടു പോയ സ്ത്രീ ഇദ്ദ ആചരിക്കേണ്ടത് 4 മാസവും 10 ദിവസവും. അത് ഖുർആൻ തന്നെ പറയുന്നു. والذين يتوفون منكم ويذرون أزواجا يتربصن بأنفسهن 4 أشهر وعشرا فإذا بلغن أجلهن فلا جناح عليكم فيما فعلن في أنفسهن بالمعروف والذين يتوفون منكم ويذرون أزواجا. നിങ്ങളിൽ നിന്ന് ഭർത്താക്കന്മാര് മരണപ്പെട്ടുപോയ സ്ത്രീകൾ, അവരുടെ ഭാര്യമാര് 4 മാസവും 10 ദിവസവുമാണ് ഇദ്ദ ആചരിക്കേണ്ടുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, ലാ യഹില്ലു ലിംറഅത്തിൻ തുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ അൻ തഹുദ്ദ അലാ മയ്യിത്തിൻ ഫൗക 3 ലയാലിൻ ഇല്ലാ അലാ സൗജിൻ 4 അശ്ഹുരിൻ വഅശ്റാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ലോകത്തെ അല്ലാഹനെ കൊണ്ട് വിശ്വസിക്കുന്ന ഒരു സ്ത്രീക്കും ഹലാലല്ല ആരെങ്കിലും മരണപ്പെട്ടു പോയതിന്റെ പേരിൽ 3 ദിവസത്തെക്കാൾ കൂടുതൽ ദുഃഖം ആചരിക്കൽ. എന്നാൽ ഭർത്താവ് മരണപ്പെട്ടു പോയാലൊഴികെ ഈ ഭർത്താവിന്റെ വേർപാടിന്റെ വിരഹ ദുഃഖത്തിൽ 4 മാസവും 10 ദിവസവും ദുഃഖം ആചരിക്കണം. അതിന്റെ പേരാണ് ഇദ്ദ എന്ന് പറയുന്നത്. ഇങ്ങനെ വിവാഹബന്ധം വിച്ഛേദിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ സ്ത്രീകൾ ആചരിക്കേണ്ടുന്ന ഇദ്ദയെ കുറിച്ചും വിശുദ്ധ ഖുർആനിൽ കൃത്യമായ നിയമവും നിർദ്ദേശവും സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും ഇസ്ലാമിന്റെ മുഴുവൻ നിയമങ്ങളും നിർദ്ദേശങ്ങളും കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും തൗഫീഖും ഹിദായത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.